കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടും. ക്രിക്കറ്റിന് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സച്ചിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഓർമ്മയിലുണ്ടാവും. സച്ചിൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? സച്ചിൻ ബ്രാൻഡ് ആവുന്നു എന്നുള്ളത് കൊണ്ടാണ്. കോഹ്ലി ബ്രാൻഡ് ആവുന്നു എന്നുള്ളത് കൊണ്ടാണ്. ക്യാമ്പസിനകത്ത് നാം ഒരു ബ്രാൻഡ് ആവുന്നതിന് മാത്രമേ നമുക്ക് മരണമില്ലാണ്ടിരിക്കുന്ന പറയുന്നത്. വിട്ടേക്ക്. എന്താണ് ഈ പേഴ്സണൽ ബ്രാൻഡിന്റെ പ്രത്യേകത? പേഴ്സണൽ ബ്രാൻഡിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ എങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നത് നമ്മൾ പഠിച്ചെടുക്കുന്നതിനാണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. നിങ്ങൾ കച്ചവടം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ആ 3 ക്ലാസ് റൂമിൽ ഒതുങ്ങേണ്ട ഒരു അധ്യാപന ജീവിതത്തെ മാർക്കറ്റിലേക്ക് ഇറക്കി വിടുന്നതിന്റെ പേരാണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിനകത്തും പുറത്തുമുള്ള വേദികളിലേക്ക് പോകാൻ പറ്റുന്നതിന്റെ പേരാണ് പേഴ്സണൽ ബ്രാൻഡിങ്. കൊമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റില് നിങ്ങൾക്ക് സർവേ ചെയ്യണമെങ്കിൽ മിനിമം നിങ്ങൾ നിങ്ങളെ ബ്രാൻഡ് ചെയ്ത് പഠിക്കണം. എവിടെയാണോ നിങ്ങൾ കൊമേഴ്സിന്റെ അഡ്രസ് ഉപയോഗിക്കുന്നത് അവിടെ നിങ്ങൾ ബ്രാൻഡ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. കാരണം എന്താ? ഇറ്റ്സ് വെരി സിമ്പിൾ. ചെറിയ ടെക്നിക്കേ ഉള്ളൂ. ഇറ്റ്സ് അബൌട്ട് ഫൈൻഡിങ് യുവർ സെൽഫ്. നിങ്ങളെ കണ്ടെത്തുന്നതിനല്ല ബ്രാൻഡിങ് എന്ന് പറയാം. യു ആർ ക്രിയേറ്റിംഗ് യുവർ സെൽഫ് എന്നുള്ളതാണ്. നമ്മെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഈ കൂട്ടത്തില് ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ പേരാണ് ബ്രാൻഡിങ് എന്ന് പറയും. ഇവിടെ ഇരുന്ന് ഈ ആളിൽ നിന്ന് ഞാനാണ് ഈ ഓളിന്റെ അട്രാക്ഷൻ എന്ന് തോന്നിപ്പിക്കുന്ന പ്രവർത്തനം ചെയ്യുന്നവരുടെ പേരാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൂട്ടിയാൽ അത് ബ്രാൻഡിങ് അല്ല. പക്ഷെ അത് ചെയ്യുന്നതിന് മാർക്കറ്റ് ചെയ്യാൻ പഠിക്കുന്നതിന്റെ പേരാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഞാൻ വലിയ ഉദാഹരണം പറയട്ടെ. കഴിഞ്ഞ മാസം നമ്മളൊരു വീഡിയോ വല്ലാണ്ട് ഷെയർ ചെയ്ത് നമ്മൾ കണ്ടു. ഒരു മനുഷ്യൻ വിദേശത്ത് 50 വർഷങ്ങൾ പൂർത്തീകരിച്ചതിന്റെ പാസ്പോർട്ടുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടൊരു വീഡിയോ. ആരുടെ വീഡിയോ ആയിരുന്നത്? യൂസുഫ് അലി. ഏതാ യൂസുഫ് അലിയുടെ ബ്രാൻഡ്? ലുലു എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിന് അപ്പുറത്തേക്ക് യൂസുഫ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രൊജക്ട് ചെയ്യപ്പെടുന്നുണ്ടോ? ഉണ്ടോ? എന്തുകൊണ്ട് പ്രൊജക്ട് ചെയ്യപ്പെടുന്നു? അദ്ദേഹത്തിന്റെ ബിസിനസ് മാത്രമായിരുന്നു. നമ്മൾ ആരെങ്കിലും അദ്ദേഹത്തെ ശ്രദ്ധിക്കുമായിരുന്നോ? പക്ഷെ അദ്ദേഹത്തെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയ എന്താണ്? ഈ ബ്രാൻഡിങ് നടക്കുന്നതിനുള്ളതാണ്. ഞാനിവിടെ ഉണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിന്റെ പേരാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പൊ അടുത്തെങ്കിലും വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടോ? ഉണ്ടോ? പ്രധാനമന്ത്രി എപ്പോഴെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിലൊക്കെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? പക്ഷേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കുട്ടിക്കോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ലോകത്തെ ഏതെങ്കിലും വ്യക്തിക്കോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മോഡി എന്ന് പറയുന്ന വ്യക്തിയല്ല എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, അല്ല എന്ന് മനസ്സിലാക്കാതിരിക്കുമോ? അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി എന്താ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി? ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഇതൊരു ബ്രാൻഡിങ് ആണ്. എന്താ ബ്രാൻഡിങ് അറിയോ? സിമ്പിൾ ആയിട്ടുള്ള ബ്രാൻഡിങ് ആണ്. റഷ്യക്കാരനായിട്ടുള്ള മിഖായിൽ ലക്ഷ്മിൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ്. എന്താ അദ്ദേഹത്തിന്റെ ബ്രാൻഡിങ് എന്ന് പറയോ? അദ്ദേഹം ചെയ്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മെർസിഡസ് ബെൻസ് എന്ന് പറയുന്ന 1.64 ബെൻസ് അദ്ദേഹം കത്തിച്ചു. 1,06,00,000 ബെൻസ് ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ട് അതിനകത്തേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് നമ്മൾ കത്തിച്ചു. ഇയാളെ ബുദ്ധിമാനാണോ പൊട്ടനാണോ? ഞാൻ എന്താ വിശ്വസിക്കുന്നത്? ബുദ്ധിമാനാണോ പൊട്ടനാണോ? പൊട്ടനാണെന്ന് വിശ്വസിക്കുന്നത് പൊട്ടനാണെന്ന് വിശ്വസിക്കുന്നത് കൈയൊക്കെ, ബുദ്ധിമാനാണെന്ന് വിശ്വസിക്കുന്നത് കൈയൊക്കെ. ബുദ്ധിമാനാണെന്ന് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ബുദ്ധിമാൻ? എങ്ങനെ കത്തിച്ച വ്യക്തിക്ക് പിന്നീട് 235 കോടിയാണ് ഒരൊറ്റ വീഡിയോയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റി. 235
5 കോടിയിലധികം ലോകത്ത് ബെൻസിന് പോലെ തിരുത്തേണ്ടി വന്നു. കാരണം അവരോട് കംപ്ലൈന്റ് പറഞ്ഞ സർവീസ് കിട്ടാത്തതിന്റെ ദേഷ്യമാണ് ഈ വീഡിയോയിലേക്ക് അദ്ദേഹം മാറ്റിയത്. ബ്രാൻഡിങ് ആയോ? ലോകത്തെ ഏറ്റവും ട്രെൻഡിങ് ഉള്ള യൂട്യൂബറായിട്ട് അദ്ദേഹം വളർന്നോ? റഷ്യയിൽ മാത്രം പ്രാദേശികമായിട്ട് ഒതുങ്ങിയുന്ന ഒരു വ്യക്തി ഇന്റർനാഷണലി ഫേമസ് ആയോ? അദ്ദേഹത്തിന് നഷ്ടമുണ്ടോ? 1.6 കോടിയുടെ ബെൻസ് പോയത് നഷ്ടമുണ്ടോ? ബെൻസ് തന്നെ അവർക്ക് പുതിയ ഒരു ബെൻസ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നതാണ്. അതാണ് വേറെ ആളെ നോക്കി. നമ്മള് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്തിനാണ് എന്നുള്ളതിനെ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാം. ഒന്ന്, നമ്മളൊരു ഉൽപ്പന്നമാണ്, എന്തെങ്കിലും സാധനം കച്ചവടം ചെയ്തിട്ടല്ല നമ്മൾ ലോകത്തേക്ക് ഇറങ്ങേണ്ടത്. നമ്മളെ തന്നെ വിൽക്കാൻ പറ്റണം. കൊമേഴ്സ് കഴിഞ്ഞിട്ട് കൊമേഴ്സിന്റെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളോട് അവർ ചോദിക്കുന്നുണ്ടാവും, നിങ്ങളുടെ വില എത്രയാണ്? നിങ്ങളുടെ വില എത്രയാണ്? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. എത്ര സാലറിയാണ് എക്സ്പെക്ട്? എത്ര സാലറിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ധൈര്യമായിട്ട് ഒരു സാലറി പറയാൻ കപ്പാസിറ്റി ഉള്ളതെന്ന് എനിക്ക് ഈ സാലറി ഞാൻ പറയാൻ എനിക്ക് പറ്റുമെന്ന് വിശ്വസിക്കുന്നത്. രണ്ടാമത്തേത് നോക്കിയത് നിങ്ങളുടെ കരിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടുതലാക്കി എടുക്കാൻ പറ്റും. മൂന്നാമത്തേത് നിങ്ങളുടെ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നതിന്റെ പേരാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഈ പേര് പരിചയമില്ലാത്തല്ലോ. ആരുടെ ജേസിയാണ്? ഈ ജേസി ആരുടേതാ? ഇതാരുടേതാ? ഈ ജേസി ആരുടേതാ? ക്ലബ് മാറുന്നുണ്ടോ? ടീം മാറുന്നുണ്ടോ? കളർ മാറുന്നുണ്ടോ? ബ്രാൻഡ് മാറുന്നുണ്ടോ? പക്ഷെ ഒറ്റ ബ്രാൻഡ് നിലനിൽക്കുന്നു. അതേതാ ബ്രാൻഡ്? എവിടെ നമ്മൾ എത്തുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എവിടെ നമ്മൾ എത്തിയാലും നമ്മളാകുന്നു ആ ബ്രാൻഡ് എന്നുള്ള തരത്തിലേക്ക് ഒരു കൊമേഴ്സ് വിദ്യാർത്ഥി മാറേണ്ടതുണ്ട്. ഇത്രയേ ഉള്ളൂ നിങ്ങളൊരു ബ്രാൻഡിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ, ഇറ്റ്സ് വെരി സിമ്പിൾ. ബ്രാൻഡിങ് എന്തേ ഉള്ളൂ? ബ്രാൻഡിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് നിങ്ങളെ പറ്റി ബാക്കിയുള്ളവർ എന്ത് സംസാരിക്കുന്നു? നിങ്ങൾ ഈ റൂമിലില്ലാത്ത സമയത്ത് നിങ്ങളെ പറ്റിയിട്ട് ബാക്കിയുള്ളവർ എന്ത് സംസാരിക്കും? നിങ്ങൾ ഈ കോളേജിലില്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ത് സംസാരിക്കും? നിങ്ങൾ ക്ലാസ് റൂമിലില്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് ആ ക്ലാസ് റൂമിൽ എന്ത് സംസാരിക്കും? ആ സംസാരിക്കുന്നതിന്റെ പേരാണ് ബ്രാൻഡ്. അങ്ങനെ സംസാരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. അത് 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ സെൽഫ് ഇംപ്രഷനാണ്. നമ്മളെന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇംപ്രഷനാണ് 2. രണ്ടാമത്തേത് നമ്മൾ കൊടുക്കുന്ന കാഴ്ചപ്പാടുകളാണ്. അടുത്ത ഘട്ടത്തേക്കുള്ള കാഴ്ചപ്പാട്. ഈ വ്യക്തി നോക്കുന്നത് ആരാണ്? നല്ല അഭിനേതാവല്ലേ? അദ്ദേഹത്തിന്റെ അഭിനയമാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുക, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ആണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുക. അതെന്തേ? ഇത്ര കാര്യങ്ങളൊരു ആക്ടറിനേക്കാൾ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? എന്തിനാണ് അദ്ദേഹം അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുക്കുന്നത്? യങ് ആക്ടേഴ്സിനകത്ത് വൈബ്രൻസ് എന്ന് പറയുന്ന സാധനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു പൊസിഷൻ എടുക്കുന്നത്. ടൈം ഷോപ്പ് എന്ന് പറയുന്നത് ചാക്കോ എന്ന് പറയുന്ന വ്യക്തി അഭിനയത്തിനപ്പുറത്ത് ചർച്ച ചെയ്യപ്പെടും പൊതുസമൂഹങ്ങൾ അല്ലെ. കലോത്സവ വേദിയിൽ കണ്ടിട്ട് അദ്ദേഹം ഇപ്പൊ സംസ്ഥാന കലോത്സവം വന്നപ്പോൾ കണ്ടില്ലേ, ഓരോ ഹോളിലും ഓടുകയായിരുന്നു. ആരാധകർ പിറകെ ഓടുക. വീഡിയോ മൊത്തം അദ്ദേഹത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇയാളെ കണ്ടു ഓടുകയാണ്. ആ ഹോളിൽ നിന്ന് ഒന്നിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നിലേക്ക് ഓടുക. ഇതിനാണ് കലോത്സവം എന്ന് പറയുന്ന സംസ്ഥാനം ഒട്ടാകെ ശ്രദ്ധിക്കുന്ന ഒരു കലോത്സവ വേദിയിൽ ബാക്കി എത്ര വലിയ അതിഥികളുണ്ടെങ്കിലും എത്ര ഫേമസ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും താൻ അവിടെ ഉണ്ടാകുന്നത് തന്നെയായിരിക്കണം ചാനൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ബ്രാൻഡ് ചെയ്യുന്ന പ്രോസസ് കൊമേഴ്സുകാർക്ക് ആവശ്യമുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കണം. സ്റ്റേറ്റ് ഓഫ് യുവർ മൈൻഡ്. ഇതേ മൈൻഡിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണുള്ളത്. ആരാണ്? അല്ലേ? ഏത് കടക്കാരന്റെ മൈൻഡിലേക്കും ഉദ്ഘാടനത്തിന്റെ പേരിൽ ആദ്യം എത്തുന്ന പേരെന്താണ്? എന്തേ കാരണം? വല്ല നഷ്ടം പതിക്കണ്ട. 1 ലക്ഷം 2 ലക്ഷം രൂപ ഒരു ഉദ്ഘാടനത്തിന് മേടിക്കുന്നതിന് വല്ല നഷ്ടമുണ്ടോ? ഇതാവണം ബ്രാൻഡിങ്.
കൊമേഴ്സിനായ ഒരാളെ കേരളത്തിൽ വേറെ വന്നത് ഭയങ്കര ദയനീയമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴാണ്, കൊമേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഇത്ര കുറുക്കനായ മറ്റൊരു യുവാവും കേരളത്തിൽ ഇന്നില്ല. എത്ര രൂപയെ വരുമാനം ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. എത്ര ആളുകളെയാണ് ഒരു വേദിയിലേക്ക് അയാള് ഇൻസ്പയർ കൊണ്ടുവരുന്നത്. കഴിയോ നമുക്ക്? ഈ പണ്ടൊന്നും ബ്രാൻഡ് കഴിയുന്നുണ്ടോ? ഒരു 10 ജന്മം എടുത്താൽ കഴിയോ ഇങ്ങനെ ഒരു ബ്രാൻഡിങ് ഉണ്ടാക്കി എടുക്കാൻ? തൊപ്പി എന്ന് പറയുന്ന ഒരൊറ്റ പേരിലേക്ക് ഒരു ബ്രാൻഡ് കൊണ്ടുവരാൻ യുവാക്കളെ കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നുണ്ടോ? എന്താ കൊമേഴ്സിന്റെ ബ്രാൻഡിങ് എന്ന് മനസ്സിലായോ? ബ്രാൻഡിങ് എങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലായോ? 4 സ്റ്റെപ്പുകളിലൂടെ ബ്രാൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ്